ഹലോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ മുതലുള്ള കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ഈ റൊട്ടീൻ എന്ന് പറയുന്നത് എന്നത്തെയും പോലെയൊക്കെ സ്ഥിരമാണ്. രാവിലെ എണീറ്റ് അനിയൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ വക ഡ്യൂട്ടിയൊക്കെ എനിക്കാണ് കിട്ടുക. പക്ഷെ എനിക്കിഷ്ടമാണ് അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാൻ കേട്ടോ. പിന്നെ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. പെൻസില് ഇപ്പോൾ പോകണമെന്നില്ല, ഇനി പോകുന്നില്ല കാര്യം അറിയില്ല. ഞാൻ എല്ലാത്തിലും പരക്കോൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് അത് അവിടെ ഇട്ട് വരിക എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഇഷ്ടം പോലെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയും പോയി ആരെങ്കിലും കണ്ടെടുത്ത് കൊണ്ടു തന്നോളെന്ന് വിചാരിച്ചിട്ട്. ഈ സ്ലേറ്റും പെൻസിലും പോയി ഞാൻ വാങ്ങാമെന്ന് പറയുന്നത് വലിയ രസമുള്ള പരിപാടിയൊന്നുമല്ല. അപ്പം അത് കഴിഞ്ഞ് ഞാൻ പോയൊന്ന് റെഡിയായി. അപ്പം ഇന്ന് രാവിലെ ഭയങ്കര മഴ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പോണ വഴിയൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ സ്കൂളിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി നിന്നു. ഞാൻ അവനെ ആക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ വരും. കൂടെ അമ്മ ഉണ്ടാവാറുണ്ട് കേട്ടോ. അമ്മ ജോലിക്ക് പോണ വഴി അമ്മയും അപ്പം ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതൊക്കെ ക്യാരി ചെയ്യാന്ന് പറയുന്നത് അതെൻ്റെ ഡ്യൂട്ടിയാണ്. മഴ പെയ്തുകൊണ്ട് തന്നെ റോഡൊക്കെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പോണ വഴിയാണ് എൻ്റെ ഫ്രണ്ടിനെ കൂടെ കണ്ടത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് അത്യാവശ്യം കുട്ടികളൊക്കെ ആ ഒരു സ്കൂളിൽ തന്നെയാണ് ഇട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഓനെയും വെയിറ്റ് ചെയ്ത് നിന്ന് ഓനും എല്ലാവരും പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ പോയത്. ആൾ ഭയങ്കര അംഗനവാടിയിലൊക്കെ പോയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയിലാണ് ക്ലാസ്സിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇവിടം വരെ എത്തിയത്. ചളി അതൊക്കെ കടന്ന് പിന്നെ കാലൊക്കെ കഴുകി ക്ലാസ്സിലോട്ട് പോകുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇവന് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ക്ലാസ്സിന് പോകാൻ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഞമ്മക്ക് അങ്ങനെയല്ല. നമുക്ക് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം പോകുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ക്ലാസ്സിൽ ഇരിക്കുക ഒരു ടൈമിൽ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഒരു 12 മണി വരെ കരഞ്ഞു എന്ന് പറഞ്ഞു ടീച്ചർ. പിന്നെ അങ്ങോട്ട് ഓക്കെ ആയി. അപ്പം ബാഗും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്ത് ഞാൻ അതൊക്കെ കൊടുത്തു. പ്രതിജ്ഞ ചൊല്ലുമ്പോഴുള്ള എക്സ്പ്രഷൻ ഇങ്ങനെയാണ് കേട്ടോ. വേണോ വേണ്ടേ എന്നുള്ളതിലാണ്. 1-2 കുട്ടികൾ ഇതേപോലെ തന്നെയാണ് കേട്ടോ. കരഞ്ഞാണ്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവന് കമ്പനിക്കായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തെ ക്ലാസ്സിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പഠിപ്പും കാര്യങ്ങളൊക്കെയാണ്. LKG നോക്കിക്കഴിഞ്ഞാൽ ഫുൾ കരച്ചിലും ഒച്ചയും പാടാണ്. വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഫോൺ കവറൊന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോണിൻ്റെ ബാക്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വെക്കുന്നതും അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൻ്റെ കേസൊക്കെ മാറ്റുന്നത്. പിന്നെ ഒരു 12:30 ആയപ്പോൾ ഞാൻ വേറെ ഫുഡ് കഴിച്ചു ഓനെ കൊണ്ടുവരാൻ പോകാനായിട്ട്. ആക്ച്വലി ഇന്ന് 3:30 വരെ ഉണ്ടായിരുന്നു ക്ലാസ്. പക്ഷേ ഞങ്ങൾ ഓനെ 1 മണിയായപ്പോക്കിനും കൊണ്ടുവന്നു കേട്ടോ. കാരണം ആൾ ചോറ് കഴിക്കൂല, കഞ്ഞിയെ കുടിക്കുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഓനെ ഉച്ചയ്ക്ക് പോയിട്ട് കൊണ്ടുവന്നു. പിന്നെ വീട്ടിലോട്ട് പോകുന്ന ടൈമായി. ആ ഒരു ടൈമിൽ ഇന്നലെ ഞങ്ങൾ പോപ്കോൺ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഫസ്റ്റ് ഡേ അല്ലേന്ന് വിചാരിച്ചിട്ട്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആൾക്ക് പോപ്കോൺ പിന്നെയും വേണം. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിലോട്ട് വരുന്നതിൻ്റെ മെയിൻ എക്സൈറ്റ്മെൻറ്റ് വെള്ളത്തിലും മണ്ണിലും കളിക്കാനാണ്. ആ ഒരു സംഭവമാണ് ഏറ്റവും ഇഷ്ടം. ഓൻ്റെ വണ്ടിയും കാറും ജീപ്പും JCBയും തട്ടിയാണ് വീട്ടിൽ നടക്കാൻ സ്ഥലമില്ലാത്തത്. പിന്നെ ഈ ഒരു ടൈം ആകുമ്പോൾ വിശപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം സ്നാക്സായിട്ട് ബിസ്ക്കറ്റും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോയി അതൊക്കെ സ്കൂളിൽ നിന്ന് കഴിക്കും. ബട്ട് വെള്ളം ഒരു തുള്ളി പോലും അനങ്ങിയിട്ടുണ്ടാവില്ല. ഇന്നലെ അത് തന്നെയായിരുന്നു, ഇന്നും അങ്ങനെ തന്നെയായിരുന്നു. വെള്ളം കുടിച്ചിട്ടേ ഇല്ല. പിന്നെ സ്കൂളിൽ നിന്ന് എന്തൊക്കെ പഠിപ്പിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന ടൈമിൽ ABCD HIJA എന്നൊക്കെയാണോ പഠിച്ചത് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കേട്ടിരുന്നു. പിന്നെ നമ്മൾ ആളുടെ ഫേവറേറ്റാണ് കേട്ടോ പോപ്കോൺ. അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ബട്ട് ചോറൊന്നും കഴിച്ചിട്ടില്ല, കഞ്ഞിയൊന്നും കുടിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കായപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കൊണ്ട് ഉറക്കി ആ ഒരു ടൈമിൽ നല്ലപോലെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ടൈമിൽ ഞാൻ പോയിട്ട് ജസ്റ്റ് മക്രോണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് മക്രോണി പോലെ ജസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.